വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയുടെ ആദ്യ ഭാഗം കാണാത്തവർ കാണാൻ ശ്രമിക്കുക. എന്നാലേ ക്ലാസ് മനസ്സിലാകൂ. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ലെസൺ പഠിക്കാനുള്ളത് ഭൂമിയുടെ പുതപ്പ്, എർത്ത്സ് ബ്ലാങ്കറ്റ് എന്ന ലെസൺ. ലോക പരിസ്ഥിതി ദിനം അല്ലെങ്കിൽ വേൾഡ് എൻവയറോൺമെൻറ്റ് ഡേ ആഘോഷിക്കുന്നത് ജൂൺ 5-നാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ. അന്തരീക്ഷ പാളികൾ ആണ് ഞാൻ അടുത്തത് പഠിക്കാനുള്ളത്. അതിലാദ്യം പഠിക്കാനുള്ളത് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ്. ട്രോപ്പോസ്ഫിയർ ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. അടുത്ത പ്രത്യേകത 13 കിലോമീറ്റർ ഉയരം വരെ. ട്രോപ്പോസ്ഫിയർ 13 കിലോമീറ്റർ ഉയരം വരെയുണ്ട്. മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ എന്നീ പ്രതിഭാസങ്ങൾ ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിൻ്റെ താപസംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ്. അടുത്ത സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോപാസിൽ തുടങ്ങി 50 കിലോമീറ്റർ ഉയരം വരെ. സ്ട്രാറ്റോസ്ഫിയറിന് ട്രോപ്പോപാസിൽ തുടങ്ങി 50 കിലോമീറ്റർ ഉയരം വരെ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരം സ്ട്രാറ്റോസ്ഫിയറിലായിരിക്കും. താപസംക്രമണ മേഖല സ്ട്രാറ്റോപാസ്. ട്രോപ്പോസ്ഫിയറിൻ്റെ ട്രോപ്പോപാസ് ആയിരുന്നു. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ സ്ട്രാറ്റോപാസ്. അടുത്ത മിസോസ്ഫിയർ. 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ ഉയരം വരെ. 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ ഉയരം വരെ. ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നു. താപസംക്രമണ മേഖല മിസോപാസ്. മിസോസ്ഫിയറിൻ്റെ താപസംക്രമണ മേഖല മിസോപാസ്. ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് മിസോസ്ഫിയറിലാണ്. അതിൻ്റെ ഉയരം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ ഉയരം വരെ. അടുത്ത തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ 80 മുതൽ 600 കിലോമീറ്റർ ഉയരം വരെ. അയണോസ്ഫിയർ. തെർമോസ്ഫിയർ എന്തറിയപ്പെടുന്നു? അയണോസ്ഫിയർ എന്നാണ് അറിയപ്പെടുന്നത്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂരം പ്രക്ഷേപണം സാധ്യമാക്കുന്നു. തെർമോസ്ഫിയർ റേഡിയോ പരിപാടികളുടെ ദീർഘദൂരം പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അടുത്തത് പഠിക്കാനുള്ളത് ഭൂമിയിലെ ജലം എന്ന ലെസണിലെ ക്വസ്റ്റ്യൻസും നോട്ട്സുകളുമാണ്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. എ. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ 30% ജലമാണ്. തെറ്റ്. ആകെ ശുദ്ധജലത്തിൻ്റെ 10% അപ്രാപ്യമായ ശുദ്ധജലമാണ്. തെറ്റ്. ഭൂമിയിൽ കൂടുതലും ശുദ്ധജലമാണ് ഉള്ളത്. അതും തെറ്റ്. അപ്പോൾ ഡി നോക്കിയൊക്കെ. ധ്രുവ പ്രദേശത്തെ ഉറഞ്ഞുകിടക്കുന്ന മഞ്ഞ് പ്രാപ്യമായ ശുദ്ധജലത്തിൽ ഉൾപ്പെടുന്നു. അതാണ് ശരിയായ പ്രസ്താവന. കാരണം ധ്രുവപ്രദേശത്ത് ഉറഞ്ഞു കിടക്കുന്ന മഞ്ഞ് എന്താണ്? ശുദ്ധജലത്തിൽ ഉൾപ്പെടുന്നു. ഇനി അതിൻ്റെ നോട്ട്സ് നോക്കിയൊക്കെ. മണ്ണിലുള്ള സുഷിരങ്ങൾ, സുഷിരിതാവസ്ഥ, സുഷിരങ്ങളിൽ കൂടിയുള്ള ജലത്തിൻ്റെ നീങ്ങൽ, പ്രവേശനീയത, ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പ്, ജലപീഠം, ഇതൊക്കെ. അപ്പോൾ മണ്ണിലെ സുഷിരങ്ങൾ, സുഷിരിതാവസ്ഥ, സുഷിരങ്ങളിൽ കൂടിയുള്ള ജലത്തിൻ്റെ നീങ്ങൽ, പ്രവേശനീയത, ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പ്, ജലപീഠം. ഇനി അടുത്തത് ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു? ആൻസർ അമേരിക്ക. തന്നിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായ പ്രതികരണം താഴെ തന്നിട്ടുള്ളവയിൽ നിന്ന് കണ്ടെത്തുക. പ്രസ്താവന 1. മഴവെള്ളം സംഭരിക്കുകയാണ് ശുദ്ധജലക്ഷാമം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ പതിക്കുന്ന മഴവെള്ളം സംഭരണികളിൽ ശേഖരിക്കുകയോ ഭൂമിയിൽ ഇറക്കിവിട്ട് ഭൂഗർഭ ജലവിതാനം ഉയർത്തുകയോ ചെയ്യാം. ഇതിൽ പ്രസ്താവന 1 ശരിയും പ്രസ്താവന 2 തെറ്റുമാണ് എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ പ്രസ്താവന 1 തെറ്റും പ്രസ്താവന 2 ശരിയുമാണ് എന്നാണ്. മൂന്നാമത്തെ ഓപ്ഷൻ 2 പ്രസ്താവനകളും ശരിയും എന്നാൽ പ്രസ്താവന 2 പ്രസ്താവന 1ൻ്റെ ശരിയായ വിശദീകരണവുമാണ്. ഡി. 2 പ്രസ്താവനയും ശരിയാണ് എന്നാൽ പ്രസ്താവന 2 പ്രസ്താവന 1ൻ്റെ വിശദീകരണമല്ല.
എനിക്ക് തോന്നുന്നത് സി ആണ് ആൻസർ എന്നാണ്. രണ്ട് പ്രസ്താവനകളും ശരിയും പ്രസ്താവന രണ്ട് പ്രസ്താവന ഒന്നിൻ്റെ ശരിയായ വിശദീകരണവുമാണ്. കാരണം ശുദ്ധജലക്ഷാമം പരിഹരിക്കാനുള്ള മാർഗം തന്നെയാണ് പ്രസ്താവന 2. ഇനി സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സയൻസ് ടീച്ചറിനോട് ചോദിക്കാം. അടുത്ത ലോക തണ്ണീർത്തട ദിനം. ആൻസർ ഫെബ്രുവരി 2. മൗര്യ കാലഘട്ടത്തിലെ നികുതി. അടുത്തത് ബാഗ, ഭൂനികുതിയാണ് ബാഗ. ബലി, പഴങ്ങൾക്കും പൂന്തോട്ടങ്ങൾക്കും മേലുള്ള നികുതി. ഇനി ജലനികുതി ഏതാ? ഉദകഭാഗ ജലനികുതി. ഇനി ശകവർഷം ആരംഭിച്ചത് കനിഷ്കൻ്റെ കാലത്താണ്. പിന്നെ ഗുപ്തവർഷം CE 320 ആരംഭിച്ചത് ചന്ദ്രഗുപ്തൻ 1 കാലത്ത്. നവരത്നങ്ങൾ ആരുടെ സദസ്സിനെയാണ് അലങ്കരിച്ചത്? ചന്ദ്രഗുപ്തൻ 2 സദസ്സിനെ. ഇനി സപ്താംഗങ്ങൾ നോക്കിയേ. ദണ്ഡ, കോസ, അമാത്യൻ, സ്വാമി, ജനപദം, ദുർഗം, മിത്രം. സപ്താംഗങ്ങൾ ഒന്നുകൂടി പറയാം. കോസ, അമാത്യൻ, സ്വാമി, ജനപദം, ദുർഗം, മിത്രം, ദണ്ഡ. ഇനി കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ഉൾപ്പെടാത്തതേത്? ആൻസർ ഓപ്ഷൻ സി നീതിപീഠമാണ്. ഓപ്ഷൻ ഡിയിലെ കോസല എന്നത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ആൻസർ നീതിപീഠം. ബാക്കിയുള്ളവ നമ്മളിപ്പോൾ നേരത്തെ വായിച്ച സപ്താംഗങ്ങൾ, അതിൽ ഇല്ലാത്തത് നീതിപീഠം. ഇനി നോട്ട്സ്. പാടലിപുത്ര മൗര്യ സാമ്രാജ്യ തലസ്ഥാനമാണ് പാടലിപുത്ര. അതിൻ്റെ ഇപ്പോഴത്തെ പേരെന്ന് പറയുന്നത് പാറ്റ്ന. മൗര്യ സാമ്രാജ്യം ചന്ദ്രഗുപ്ത മൗര്യനാണ് സ്ഥാപിച്ചത്. ബിന്ദുസാരനും അശോകനും. പിന്നെ അശോകൻ്റെ ബ്രഹ്മിലിപിയിലുള്ള ശാസനങ്ങൾ ആദ്യമായി വായിച്ചത് ആര്? ആൻസർ ജെയിംസ് പ്രിൻസപ്പ്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിൽ. ഹിമാലയൻ പർവ്വതം മടക്കുപർവ്വതം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ഫലകവും യൂറോപ്യൻ ഫലകവും കൂട്ടിമുട്ടിയുണ്ടാകുന്നു. തെതിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നു ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് മടക്കുപർവ്വതം എന്ന് പറയുന്നത്. ഇനി ചിറാപുഞ്ചി. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി. ബ്രഹ്മപുത്ര സമതലം ആസാം. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണ് ലാറ്ററൈറ്റ്. ആനമുടി. കേരളത്തിലെ ഉയരം കൂടിയ ധാതുക്കളുടെ കലവറ ഉപദ്വീപീയ പീഠഭൂമി റിഗർ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയായ റിഗർ. അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. അടുത്ത കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. ബ്ലാക്ക് സോയിൽ. പിന്നെ വെള്ളച്ചാട്ടം ശരാവതി നദി എന്നത് അതിൻ്റെ വെള്ളച്ചാട്ടം ജോഗ് ഫാൾസ്. അടുത്ത ലക്ഷദ്വീപ് അറബിക്കടൽ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ബംഗാൾ ഉൾക്കടലിൽ. ഇന്ദിരാ പോയിൻ്റ് ഇന്ത്യയുടെ തെക്കേ അറ്റം. അതിനെയാണ് ഇന്ദിരാ പോയിൻ്റ് എന്ന് പറയുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ബാമർ രാജസ്ഥാന്. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നും ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദി ബ്രഹ്മപുത്ര. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തര മഹാസമുദ്രം. ഓപ്ഷൻ സി. ആനമുടി സ്ഥിതി ചെയ്യുന്ന ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗം പശ്ചിമഘട്ടം. പിന്നെ ലാവശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്യൂ. പിന്നെ കബനി അമരാവതി പോഷക നദികളായിട്ടുള്ള നദി കാവേരി. ആൻസർ കാവേരി. അടുത്തത് ഇന്ത്യയിലെ പ്രധാന പരുത്തി ഉൽപ്പാദന കേന്ദ്രം. ആൻസർ മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ആൻസർ കിട്ടിയത് റാണിഗഞ്ച് എന്തോ പേരുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഓപ്ഷനിൽ ഇല്ലാത്തത് കൊണ്ട് ദുർഗാപൂർ. റാണിഗഞ്ചിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ദുർഗാപൂർ.
അപ്പോൾ ആൻസർ വരുന്നത് ദുർഗാപൂർ എന്നാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത സ്ഥലം. ആൻസർ ഡിഗ്ബോയ്. ബി, ഓപ്ഷൻ ബി ഡിഗ്ബോയ്. ഇന്ത്യയിലൂടെ ഏറ്റവും ദീർഘദൂരം ഒഴുകുന്ന നദി. ആൻസർ ഗംഗ. ഗംഗയാണെന്നാണ് തോന്നുന്നത്. ശരി ഉത്തരം എനിക്ക് കൃത്യമായിട്ട് ഉറപ്പില്ല. ഗംഗ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉപദ്വീപിൽ ഏറ്റവും ദീർഘദൂരം ഒഴുകുന്ന നദി ഗോദാവരി. അടുത്ത, ലിഗ്നൈറ്റ് നിക്ഷേപത്തിന് പ്രസിദ്ധമായ സ്ഥലം നെയ്വേലി, തമിഴ്നാട്ടിലെ നെയ്വേലി. അടുത്തത് പ്രാചീന തമിഴകം, ഏൻഷ്യൻ തമിഴകം എന്ന ലെസണിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. മഹാശിലാസ്മാരകങ്ങൾ ഏതൊക്കെയാ? നന്നങ്ങാടികൾ, കൽവളയം, കന്മേശ, കല്ലറകൾ, മുനിയറ, തൊപ്പിക്കല്ല്, കുടക്കല്ല്, കൽത്തൊട്ടി, നാട്ടുകല്ല്. മഹാശിലാസ്മാരകങ്ങൾ കണ്ടെത്തിയ പ്രധാന ദക്ഷിണേന്ത്യയിലെ കേന്ദ്രങ്ങൾ: കൊടുമണൽ, അളഗരൈ, തിരുക്കാമ്പലിയൂർ, പഴനി, ആദിച്ചനല്ലൂർ, ചെറമനങ്ങാട്, മറയൂർ, ഉമിച്ചിപ്പോയിൽ. ഇവയൊക്കെയാണ് മഹാശിലാസ്മാരകങ്ങൾ കണ്ടെത്തിയ ദക്ഷിണേന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങൾ. അടുത്തത്, തിണകളും അവയുടെ ഭൂപ്രകൃതി പ്രത്യേകതയും തൊഴിലുകളുമാണ്. കുറിഞ്ചി, കാടും മലയും നിറഞ്ഞ പ്രദേശം. കുറിഞ്ചി എന്ന് പറയുന്നത് കാടും മലയും നിറഞ്ഞ പ്രദേശം. കുറിഞ്ചിയിലെ ആളുകളുടെ തൊഴിലെന്ന് പറയുന്നത് വേട്ടയാടലും വനവിഭവങ്ങൾ ശേഖരിക്കലുമായിരുന്നു. മുല്ലൈ പുൽമേട്. ഭൂപ്രകൃതി പ്രത്യേകത എന്ന് പറയുന്നത് പുൽമേടായിരുന്നു. അതുവരെ അവരുടെ തൊഴിൽ എന്ന് പറയുന്നത് കന്നുകാലി വളർത്തലായിരുന്നു. പിന്നെ പാലൈ വരണ്ട പ്രദേശം. പാലൈക്കാരുടെ തൊഴിൽ ഏതായിരുന്നു? കന്നുകാലി കവർച്ച. അടുത്തത് മരുതം വയൽ പ്രദേശമാണ്. മരുതത്തിൻ്റെ ഭൂപ്രകൃതി വയൽ പ്രദേശം. തൊഴിൽ കൃഷി, നെല്ല്, കരിമ്പ് എന്നിവയുടെ കൃഷിയും ഇരുമ്പ് കൊണ്ടുള്ള കൊഴുനാക്ക് ഘടിപ്പിച്ച കലപ്പ ഉപയോഗിച്ചു. ഇതൊക്കെയാണ് തൊഴിൽ. അടുത്തത് നെയ്ത്തൽ തീരപ്രദേശമാണ്. മീൻ പിടിക്കൽ, ഉപ്പുണ്ടാക്കൽ എന്നിവയായിരുന്നു തൊഴിൽ. ഇനി മൂവേന്തന്മാർ: ചേരൻ, ചോളർ, പാണ്ഡ്യർ. പ്രാചീന തമിഴകത്തെ പ്രധാന തുറമുഖങ്ങൾ: മുച്ചിരി, തൊണ്ടി, വാക്കൈ, മാന്തൈ, കാവേരി പട്ടണം. ഇനി മൂവേന്തന്മാരുടെയും തലസ്ഥാനങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. ചേരന്മാർ മുച്ചിരി, പാണ്ഡ്യന്മാർ മധുരൈ, ചോളന്മാർ ഉറയൂർ. അടുത്തത്, മരിച്ചയാളുടെ ഭൗതികാവശിഷ്ടങ്ങൾ വലിയ കലത്തിനകത്താക്കി അടക്കം ചെയ്യുന്ന രീതി പ്രാചീന തമിഴകത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു. ഇത്തരം കലകൾ അറിയപ്പെടുന്നത് ഏത് പേരിൽ? ആൻസർ നന്നങ്ങാടി. അടുത്തത്, ചുവടെ പറയുന്നവയിൽ സംഘകാലഘട്ടത്തിലെ പ്രധാന കവയിത്രി ആര്? ആൻസർ ഔവയ്യാറായിരുന്നു സംഘകാലഘട്ടത്തിലെ പ്രധാന കവയിത്രി. ചുവടെ കൊടുത്തിരിക്കുന്ന സംഘം കൃതികളിൽ ശരിയായ ജോഡി ഏത്? 10 മഹാകാവ്യം, മണിമേഖല, 8 തോക്കൈ. തെറ്റാണ്, ആ ജോഡികൾ തെറ്റാണ്. രണ്ടാമത്, മധുരൈ കാഞ്ചി 15 കീഴ്ക്കണക്ക്, മുതുമൊഴി കാഞ്ചി 15 കീഴ്ക്കണക്ക്, തിരുക്കുറൽ 15 കീഴ്ക്കണക്ക്. അതും തെറ്റാണ്. ചിലപ്പതികാരം മഹാകാവ്യം, അത് ശരിയാണ്. തൊൽക്കാപ്യം വ്യാകരണ ഗ്രന്ഥം, അതും ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. പിന്നെ തിരുമുരു കാറ്റുപാടൈ 10 പാട്ട്, അതും ശരിയാണ്. അപ്പോൾ 3ഉം 4ഉമാണ് ആൻസർ. അങ്ങനെ പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി. സംഘകാലഘട്ടത്തിൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സമ്പ്രദായം നിലനിന്നിരുന്നു. ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ നൊടുത്തൽ. ചുവടെ പറയുന്നവയിൽ മൂവേന്തന്മാരിൽ ഉൾപ്പെടുന്നതേത്? ആൻസർ ചോളന്മാർ. അടുത്തത്, ഭൂപടങ്ങൾ വായിക്കാം. റീഡിംഗ് മാപ്സ് എന്ന ലെസണിലെ നോട്ട്സുകളാണ്. പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾക്ക് തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയുന്നു. തീമാറ്റിക് ഭൂപടം ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾക്ക് ഭൗതിക ഭൂപടങ്ങൾ എന്നും പറയുന്നു. കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ
ഭൂപടങ്ങൾക്ക് സാംസ്കാരിക ഭൂപടങ്ങൾ എന്നു പറയുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടം, തീമാറ്റിക് ഭൂപടം, ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടം, ഭൗതിക ഭൂപടം. പിന്നെയോ കൃഷി, വ്യവസായം, രാഷ്ട്രീയം, അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ സാംസ്കാരിക ഭൂപടങ്ങൾ. അടുത്തത് ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? അറ്റ്ലസ് ഭൂപടവും ചുമർ ഭൂപടവും. ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം അറ്റ്ലസ് ഭൂപടവും ചുമർ ഭൂപടവും. വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം കഡസ്ട്രൽ ഭൂപടവും ധരാതലീയം ഭൂപടവും. കഡസ്ട്രൽ ഭൂപടവും ധരാതലീയ ഭൂപടവും. പിന്നെ പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി. ഇത് മൂന്നാണ് പ്രധാനപ്പെട്ടത്. അതിൽ ഭൂപടങ്ങളിലെ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും നൽകിയിട്ടുണ്ട്. ഇത് പഠിക്കണം. ഭൂപടങ്ങളിലെ അംഗീകൃത നിറവും ചിഹ്നങ്ങളും. ആദ്യത്തെ ചോദ്യം നോക്കാം. ചുവടെ കൊടുത്ത ചിഹ്നങ്ങൾ പ്രതിനിധീകരിക്കുന്ന ജോഡി കണ്ടെത്തുക. ആദ്യത്തേത് കോട്ട, കോട്ടയുടെ ചിഹ്നമാണ്. രണ്ടാമത്തേത് കുഴൽക്കിണറുടെ, മൂന്നാമത്തേത് ശവപ്പറമ്പിൻ്റെ, നാലാമത്തേത് പാലം. അപ്പോൾ ആൻസർ വരുന്നത് ഏതാ? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി കോട്ട, കുഴൽക്കിണർ, ശവപ്പറമ്പ്, പാലം. അടുത്തത് ധരാതലീയ ഭൂപടം. ചുവടെ പറയുന്നവയിൽ ഏത് തരം ഭൂപടമാണ്? വലിയ തോത് ഭൂപടമാണ് ധരാതലീയ ഭൂപടം. അടുത്തത് ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തുന്ന ഒരിനം തോതാണ് 1:50 ലക്ഷം എന്നത്. 5 ലക്ഷം എന്നത് 1:5 ലക്ഷം എന്നത്. ഇത് ചുവടെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ രേഖാരീതി, സ്കെയിലിനാണ്. ചുവടെ പറയുന്നവയിൽ പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടം, തീമാറ്റിക് ഭൂപടം. അടുത്തത് ഗംഗാ സമതലത്തിലേക്ക് എന്ന ലെസണിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി ആര്യന്മാർ നടത്തിയ യുദ്ധങ്ങളാണ് ഗവിഷ്ടി യുദ്ധങ്ങൾ. കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി ആര്യന്മാർ നടത്തിയ യുദ്ധങ്ങളാണ് ഗവിഷ്ടി. സിന്ധു നദിയും അതിൻ്റെ 5 പോഷക ഘടകങ്ങളും ചേർന്ന പ്രദേശമാണ് സപ്തസൈന്ധവ പ്രദേശം. ആര്യന്മാരുടെ പ്രധാന തൊഴിൽ കന്നുകാലികളെ വളർത്തലായിരുന്നു. വളർത്തൽ. ആര്യന്മാരുടെ ഗോത്രസഭകളെ വിധാത, സഭ, സമിതി എന്നറിയപ്പെടുന്നു. ആര്യന്മാരുടെ ഗോത്രസഭകളെ വിധാത, സഭ, സമിതി എന്നറിയപ്പെട്ടു. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യ കൃതിയാണ് ഋഗ്വേദം. ആര്യന്മാരുടെ പ്രധാന ദൈവം ഇന്ദ്രന്. നാടോടികളായ ജനങ്ങൾ സ്ഥിരതാമസമാക്കിയ പ്രദേശം ജനപദം. രാജാവിനെ ഉൽപാദനത്തിൻ്റെ പങ്ക് നികുതിയായി നൽകുന്നതിനെ ബലി, ബാഗ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഗംഗാ സമതലത്തിലെ സമൂഹങ്ങളായിരുന്നു ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യർ, ശൂദ്രൻ. ഏതൊക്കെയാ? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യർ, ശൂദ്രൻ. അടുത്തത് ബുദ്ധമത തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്ന ത്രിപിടകങ്ങൾ ഏതു ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്? ആൻസർ പാലി. ബുദ്ധമതം 2ആയി വിഭജിക്കപ്പെട്ടു. എങ്ങനെയൊക്കെ? ഹീനയാനം, മഹായാനം. ഗോമതേശ്വര പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ശ്രാവണ ബൽഗോള. മഗധയുടെ ആദ്യ തലസ്ഥാനം? ആൻസർ രാജഗൃഹം. ഇനി ബിംബിസാരനും അജാതശത്രുവും ഹര്യങ്കവംശം. ഏതൊക്കെയാ? ബിംബിസാരനും അജാതശത്രുവും ഹര്യങ്കവംശം. ശിശുനാഗർ, കാലശോകൻ, ശിശുനാഗവംശം. ശിശുനാഗവംശം. മഹാപദ്മാനന്ദൻ, നന്ദരാജവംശം. അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ച വർഷം? ടെക്സ്റ്റിലെ ആൻസർ BCE 327 ആണ്. ഓപ്ഷൻ സി. ഖരോഷ്ഠി ലിപി ഇന്ത്യയിൽ വ്യാപിച്ചത് ആരുമായുള്ള സമ്പർക്കത്തിൻ്റെ ഭാഗമായാണ്? ആൻസർ പേർഷ്യ. BCE 321 മഗധ സന്ദർശിച്ച ഗ്രീക്ക് സഞ്ചാരി? ആൻസർ മെഗസ്തനീസ് രചിച്ച കൃതി ഇന്ദിക്ക. ശതവാഹന്മാരുടെ ആസ്ഥാനം പ്രതിഷ്ഠാന?
ഓപ്ഷൻ എ. മഹായാന ബുദ്ധമതത്തെ തൻ്റെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചത് ആരായിരുന്നു? ആൻസർ കനിഷ്കൻ. ഇന്ത്യയിൽ ആദ്യത്തെ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയത്? ആൻസർ കുഷാനന്മാർ. ഗ്രീക്ക്, റോമൻ, ഇന്ത്യൻ ശില്പകല എന്നിവ ചേർന്നത് രൂപം കൊണ്ട ശില്പകല ഏതായിരുന്നു? ഗ്രീക്ക്, റോമൻ, ഇന്ത്യൻ ശില്പകല എന്നിവ ചേർന്ന് രൂപം കൊണ്ട ശില്പകല ഗാന്ധാര ശില്പകല. ഗുപ്തവർഷത്തിൻ്റെ തുടക്കം CE 72. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തൻ. പ്രശസ്തി എഴുതി തയ്യാറാക്കിയത് ഹരിസേനൻ. തലസ്ഥാനം പാടലീപുത്രയിൽ നിന്ന് ഉജ്ജയിനിയിലേക്ക് മാറ്റിയ രാജാവ്? ആൻസർ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. തലസ്ഥാനം പാടലീപുത്രയിൽ നിന്ന് ഉജ്ജയിനിയിലേക്ക് മാറ്റിയ രാജാവ് ചന്ദ്രഗുപ്തൻ II. ഹർഷചരിതം രചിച്ചത് ബാണഭട്ടൻ. ഹർഷൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി ഹൊയാങ് സാങ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം മൗര്യന്മാർ. നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പെട്രാർക്ക്. തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ദാന്തെ ഡിവൈൻ കോമഡി, ബൊക്കാച്ചിയോ ദ കഥകൾ, പെട്രാർക്ക്, ഡോൺ ക്വിക്സോട്ട്, ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഇതിൽ തെറ്റായ ജോഡി ഓപ്ഷൻ സി, പെട്രാർക്ക് ഡോൺ ക്വിക്സോട്ട് ആണ്. പെട്രാർക്കിൻ്റെ പ്രധാന കൃതി എന്ന് പറയുന്നത് സീക്രട്ടമായിരുന്നു. ലിയനാർഡോ ഡാവിഞ്ചി മോണാലിസ. അടുത്തത് ഗലീലിയോ ഗലീലി കണ്ടുപിടിച്ചത് ടെലസ്കോപ്പ്. ഗുട്ടൻബർഗ് കണ്ടുപിടിച്ചത് അച്ചടി യന്ത്രം. മതനവീകരണത്തിന് നേതൃത്വം നൽകിയത് മാർട്ടിൻ ലൂതർ. വ്യവസായ വിപ്ലവം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലായിരുന്നു. വ്യവസായ വിപ്ലവകാലത്തെ കണ്ടുപിടുത്തങ്ങൾ പറയാം. ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ ആണ് ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത്. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ് ആയിരുന്നു സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. ആവിയന്ത്രം ജെയിംസ് വാട്ട്. ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ. കോപ്പർനിക്കസ് ആണ് ഇത് സൗരയൂഥ സിദ്ധാന്തം കണ്ടുപിടിച്ചത്. പറങ്കികൾ എന്നറിയപ്പെടുന്ന വിദേശികൾ? ആൻസർ പോർച്ചുഗീസുകാർ. ചവിട്ടുനാടകം കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്നത് ഡച്ചുകാരിലെ വാൻഡീസും അച്യുതൻ വൈദ്യരും കൂടി എഴുതിയതാണ് ഹോർത്തൂസ് മലബാറിക്കസ്. നിലന്തക്കാർ എന്ന് വിളിച്ചിരുന്നത് ഏത് വിദേശികളെ ആയിരുന്നു? ആൻസർ ഡച്ചുകാരെ. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് എപ്പോഴാണ്? 1600. ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോ? 1664. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും. 1757 പ്ലാസി യുദ്ധവും 1764 ബക്സാർ യുദ്ധവും നടന്നു. പ്ലാസി യുദ്ധം നടന്നത് 1757, ബക്സാർ യുദ്ധം നടന്നത് 1764. കർണാടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? ആൻസർ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. ഓപ്ഷൻ ഡി. ടിപ്പു സുൽത്താൻ മരണം വരിച്ച യുദ്ധം 4 മൈസൂർ യുദ്ധം. ഇനി വെല്ലസ്ലി പ്രഭു സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് വെല്ലസ്ലി പ്രഭു. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് വെല്ലസ്ലി പ്രഭുവും ഡൽഹൌസി പ്രഭു ദത്തവകാശ നിരോധന നിയമവും കൊണ്ടുവന്നു. ഇന്ത്യയിലെ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16. 1853 ഏപ്രിൽ 16. റെയിൽവേ ഓടിയത് ബോംബെയിൽ നിന്ന് താനെ വരെ. ഫറാസി കലാപങ്ങൾ നടന്നത് എവിടെ? ആൻസർ ബംഗാൾ. സതി നിരോധിച്ചത് വില്യം ബെൻഡിക്കാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ജ്യോതിറാവു ഫുലെ സത്യശോധക് സമാജ് ഫൗണ്ട് ചെയ്തത് നിർമ്മിച്ചത് ജ്യോതിറാവു ഫുലെ. ആര്യമഹിളാ സഭ പണ്ഡിത രമാബായ്. സർ സെയ്ദ് അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചു. അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായതെന്ന്? ആൻസർ 1885 ഡിസംബർ 28. INCയുടെ രൂപീകരണത്തിന് മുൻകൈ എടുത്ത ഇംഗ്ലീഷുകാരൻ A.O. ഹ്യൂം.
അടുത്ത ചോർച്ചാ സിദ്ധാന്തം എഴുതിയത് ദാദാബായ് നവറോജി. ബംഗാൾ വിഭജനം നടന്നത് 1905. ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആനി ബസന്റ് ആയിരുന്നു. അടുത്തത് തീവ്രവാദികളും മിതവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1916 ലക്നൗ സമ്മേളനം. തീവ്രവാദികളും മിതവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ച്. 1906 ഡാക്കയിൽ വെച്ച് ആഗ്ഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്നാണിത് സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത്. അപ്പോൾ 1906 ഡാക്കയിൽ വെച്ച് ആഗ്ഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്ന് സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചു. അടുത്ത ചോദ്യം. അടുത്തത് ഇനി വർക്ക്ഷീറ്റാണ്. നമ്മുടെ ലെസണുകൾ കഴിഞ്ഞു, ഇനി വർക്ക്ഷീറ്റുകളാണ്. ഇതിൽ ദിഫെ എന്നല്ല കേട്ടോ, നിഫെ എന്നാണ്. നിഫെ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ്. നിഫെ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസിൽ കാമ്പ്, കോറിന്. ഉർ എന്ന പട്ടണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെസപ്പൊട്ടാമിയൻ. മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കാത്ത ഘടകം? കാലാവസ്ഥ, ജനസംഖ്യ, സസ്യങ്ങളും ജന്തുക്കളും, മാതൃശില. ആൻസർ ജനസംഖ്യ. ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ചുമതലയുള്ള കോടതി? ആൻസർ സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 360. ഓപ്ഷൻ സി ആണ്. അതിൽ 0 ടൈപ്പിംഗ് കാരണം വന്നിട്ടില്ല. അനുച്ഛേദം 360 ആൻസർ. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രയിൽ ഖജനാവ് എന്നതിനെ സൂചിപ്പിക്കുന്ന പദമേത്? ആൻസർ കോസം. ഏറ്റവും കനമുള്ള ഭൂവത്ക പാളിയാണ് കാമ്പ്. അടുത്തത് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സ്ഥിരമായിട്ട്, പെർമനൻ്റ് ആയിട്ട്. റിക്ടർ സ്കെയിൽ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഭൂകമ്പ തീവ്രത. വേട്ടയാടൽ യുഗം എന്നറിയപ്പെടുന്നത് പ്രാചീന ശിലായുഗം. പ്രാചീന ശിലായുഗത്തിൽ മെലൂഹ എന്നറിയപ്പെടുന്ന പ്രദേശം ഹാരപ്പ. ഏത് വെങ്കലയുഗ സംസ്കാരത്തിലാണ് ചന്ദ്രപഞ്ചാംഗം ഉപയോഗിച്ചിരുന്നത്? ആൻസർ മെസപ്പൊട്ടാമിയ. അടുത്തത് മൗലിക അവകാശ സംരക്ഷണത്തിന് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾപ്പരപ്പ് ജലപീഠം. മൗര്യഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന ജലനികുതി ഉദകഭാഗ. ശകവർഷം ആരംഭിച്ചതെന്ന് CE 78. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് M വിശ്വേശ്വരയ്യ. അടുത്ത വർക്ക്ഷീറ്റ് നമ്പർ 2. ഹെക്ടോ പാസ്കൽ എന്നത് ഏതിൻ്റെ ഏകകമാണ്? ആൻസർ അന്തരീക്ഷമർദ്ദം. ഇന്ത്യൻ പാർലമെൻറ്റിലെ 2 സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി കാലയളവ് 6 മാസം. ഇന്ത്യയുടെ പ്രഥമ ചീഫ് ജസ്റ്റിസ് HJ കനിയ. നെയ്തൽ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷത എന്തായിരുന്നു? ആൻസർ നദീതടം. തീരപ്രദേശം. നെയ്തൽ തീരപ്രദേശമായിരുന്നു. സഭകളിലൂടെയും ഗ്രാമ സ്വയംഭരണം ആരുടെ ഭരണ സവിശേഷതയായിരുന്നു? ആൻസർ ചോള സാമ്രാജ്യം. അടുത്തത് ഭൂഗോളത്തെ 2 തുല്യ അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശീയ വൃത്തം? ആൻസർ ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ. എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യം ബ്രിട്ടൻ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ കാലഗണന ക്രമത്തിലാക്കുക. ആദ്യത്തെ ജാലിയൻ വാലാബാഗ് നടന്നത് 1919. അഹമ്മദാബാദ് മിൽ സമരം 1918. വട്ടമേശ സമ്മേളനം 1932. നിസ്സഹകരണ സമരം 1921. അപ്പോൾ ഇത് കാലഗണന ക്രമത്തിലാക്കുകയാണെങ്കിൽ ആദ്യം വരിക അഹമ്മദാബാദ് മിൽ സമരം B, പിന്നെ A ജാലിയൻ വാലാബാഗ്, പിന്നെ D
നിസ്സഹകരണ സമരം. പിന്നെ സി. അപ്പോൾ ബി, എ, ഡി, സി. ഓപ്ഷൻ 4 ആണ് ആൻസർ. തന്നിട്ടുള്ളവയിൽ യോജിക്കാത്തത് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. രാമകൃഷ്ണ മിഷൻ, രാമകൃഷ്ണ പരമഹംസൻ. അത് തെറ്റായ ജോഡിയാണ്, ബാക്കിയുള്ളവയെല്ലാം ശരിയാണ്. കുറിഞ്ചി പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷത എന്തായിരുന്നു? ആൻസർ കുന്നിൻ പ്രദേശം. വാർധാ വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചതാര്? മഹാത്മാഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകളിൽ പെടാത്തത്? ആൻസർ തെരഞ്ഞെടുപ്പ് കേസുകൾ തീർപ്പാക്കുക എന്നാണ് ഞാൻ ആൻസർ കീയിൽ കണ്ടത്. ശരിയായ ഉത്തരം അതുതന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. താഴെ പറയുന്നവയിൽ നവോത്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത്? ആൻസർ ക്രിസ്തുമത പ്രചരണം. ബാക്കിയുള്ളവയെല്ലാം നവോത്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. മാനവികത, യുക്തിചിന്ത, പ്രാദേശിക ഭാഷകളുടെ വികസനം. അടുത്ത ഭൂപടങ്ങളിൽ ചുവന്ന വരകൾ സൂചിപ്പിക്കുന്നത് റോഡുകളെ. പ്രത്യക്ഷ രക്ഷാസഭയുടെ സ്ഥാപകന് പൊയ്കയിൽ യോഹന്നാൻ. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദി ഗോദാവരി നദി. അടുത്ത് ഫ്രഞ്ചുകാരുടെ ഇന്ത്യയുടെ ആസ്ഥാനം പോണ്ടിച്ചേരി. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു. ഇന്ത്യയിലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ഇപ്പോഴത്തേത് നിർമ്മല സീതാരാമൻ. ഭാരതപ്പുഴയുടെ കൈവഴി കുന്തിപ്പുഴയാണെന്നാണ് തോന്നുന്നത്. കുന്തിപ്പുഴ തന്നെയാണ് ആൻസർ.